ഹായ് ഫ്രണ്ട്സ്, ആദ്യമായിട്ടാണ് ഞാൻ നിങ്ങളെ മുന്നിൽ ഇതേപോലൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. അതിനൊരു കാരണമുണ്ട്. ദിയ കൃഷ്ണയുടെ ഡെലിവറി വ്ളോഗാണ്. അവരുടെ സബ്സ്ക്രൈബ്, അവരുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളെ അല്ല ഞാൻ. ഞാൻ ഞാൻ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ആ ഡെലിവറി വീഡിയോ ഞാൻ കണ്ടിരുന്നു. അവർ അപ്ലോഡ് ചെയ്ത് ഒരു 1 അവർ കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ ആ വീഡിയോ കണ്ടത്. ആ സമയത്ത് അതിൽ വൾഗറായിട്ടുള്ള ഒരു നെഗറ്റീവ് കമൻറ്റും ഇല്ലായിരുന്നു. പക്ഷേ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് അതിൽ വന്ന നെഗറ്റീവ് കമൻറ്റും ഇതിനോടനുബന്ധിച്ച് ഇറങ്ങിയ ട്രോളുകളും, അതുമാത്രമല്ല ഈ ഈ വീഡിയോയ്ക്കെതിരെ റിയാക്ട് ചെയ്തുകൊണ്ട് കുറേ യൂട്യൂബുകാർ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെയൊക്കെ താഴത്ത് വന്ന നെഗറ്റീവ് കമൻറ്റുകൾ കാരണമാണ് ഇപ്പം ഞാനൊരു വീഡിയോ എടുക്കുന്നത്. ദിയ കൃഷ്ണയ്ക്ക് അവരുടെ ഡെലിവറി അവരുടെ പൂർണ്ണ സമ്മതത്തോടെ അവർ ഷൂട്ട് ചെയ്ത് അവർ അപ്ലോഡ് ചെയ്ത് അതിലവരെ കുടുംബത്തിൻ്റെ സപ്പോർട്ടുണ്ട്, അവരുടെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടുണ്ട്. ഈ സപ്പോർട്ടുകൾ കൊണ്ടാണ് അവർ ഈ വീഡിയോ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തത്. അവർക്ക് ഇതിൽ നിന്ന് ഇതിന് റവന്യൂ കിട്ടും. പക്ഷെ എന്നിരുന്നാലും ഇതിനായി നമ്മൾ നെഗറ്റീവായിട്ട് കാണേണ്ട ഒരു കാര്യവുമില്ല. അവർക്ക് ഈ വീഡിയോയ്ക്ക് നിന്ന് എത്ര ലക്ഷമോ കിട്ടിക്കോട്ടെ, അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. ഈ ഒരു ഡെലിവറി വീഡിയോ സാധാരണ എല്ലാവരും കാണേണ്ട ഒരു വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒരു അമ്മ എന്തുമാത്രം വേദന അനുഭവിച്ചാണ് ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നതെന്ന് തീർച്ചയായിട്ടും കണ്ടിരിക്കണം. ഇതിൽ പക്ഷെ ദിയ കൃഷ്ണയ്ക്ക് എന്താണ് പ്രസവ വേദന എന്ന് കൃത്യമായിട്ട് ഇതിൽ അവർക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. കാരണം അവർ വേദനയ്ക്കുള്ള ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഈ വീഡിയോ ഇവിടെ ഇരുന്ന് പറയാൻ കാരണം, ഞാൻ ഡെലിവറിക്ക് പോകുന്ന സമയത്ത് എനിക്ക് കൂട്ടിന് സപ്പോർട്ടായിട്ട് എൻ്റെ ഹസ്ബൻഡോ എൻ്റെ വീട്ടുകാരോ ആരും ഉണ്ടായിരുന്നില്ല. ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു എൻ്റെ ഡെലിവറി ആയിരുന്നു. അതിനകത്ത് എന്നെ മാത്രമേ കയറ്റുള്ളൂ. കൂടെ കുറേ ഗർഭിണികളും കുറേ ഡോക്ടർമാരും കാണും. പക്ഷെ ഡോക്ടർമാരാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് എന്തൊക്കെ വേണം, കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് ആയാലും സമയത്തിന് ഇത്ര മണിക്കൂർ ഇടവിട്ട് ഗുളിക കഴിക്കുന്നുണ്ട്, അതൊക്കെ ഡോക്ടർമാർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾക്ക് ഫുഡ് എന്തായാലും ഒരു പ്രഗ്നൻ്റ് ലേഡി കറക്റ്റ് സമയത്തിന് ഫുഡൊക്കെ കഴിക്കുന്നുമല്ലോ. അപ്പോഴത്തേക്ക് ഈ ഫുഡ് കഴിക്കണമെങ്കിൽ പോലും നമ്മൾ അവിടെയുള്ള സെക്യൂരിറ്റിയുടെ അടുത്ത് പോയി പറയുമ്പോഴത്തേക്കും അപ്പോൾ നിൽക്കുന്ന എൻ്റെ ഹസ്ബൻഡും അമ്മയൊക്കെ ആണെങ്കിൽ ഫുഡ് വാങ്ങിയിട്ട് ഈ സെക്യൂരിറ്റിയുടെ അടുത്ത് പോയി കൊണ്ടു കൊടുക്കും. അപ്പോഴത്തേക്ക് അവർ വാങ്ങിക്കൊണ്ട് വന്ന് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പോയി ചോദിക്കുന്ന സമയത്ത് അവർ പറയും, ഇല്ല, നിങ്ങൾക്ക് ഇതുവരെ ഫുഡ് വാങ്ങിക്കൊണ്ട് തന്നിട്ടില്ല. പക്ഷേ ഡെലിവറി കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റുന്ന സമയത്തായിരിക്കും അമ്മയുടെ അടുത്ത്, എന്തമ്മ എനിക്ക് ഇതേപോലെ ഫുഡൊന്ന് വാങ്ങിക്കൊടുക്കാത്ത. അപ്പം അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ് ഫുഡ് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു, ആ ഫുഡ് നമുക്കവർ തന്നിട്ടില്ല, ഇന്ത്യയിൽ ഇടാതിരിക്കുക. ആ കുട്ടിക്ക് ഇപ്പം എല്ലാവർക്കും ഇതേപോലത്തെ വലിയ ഹോസ്പിറ്റലിൽ നിന്ന് സമയത്തിന് എല്ലാ കാര്യവും ചെയ്തു കൊടുക്കാൻ കഴിയില്ല. സാധാരണക്കാരായ ജനങ്ങൾക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെയാണ് ശരണം. എന്നിരുന്നാലും എന്തിനാണ് ഇത്രയും നെഗറ്റീവായിട്ട് ഈ ഡെലിവറി വീഡിയോയ്ക്ക് കമൻറ്റ് ഇടുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഈ കമൻറ്റ് ഇടുന്നവർക്ക് എനിക്ക് വെറും പുച്ഛം മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് കൊടുക്കേണ്ട ഒരാളെന്ന് വെച്ചാൽ ദിയയുടെ ഹസ്ബൻഡാണ്. ഈ വീഡിയോ ഷൂട്ട് ചെയ്യാനായാലും ഇത്രയും സപ്പോർട്ട് ചെയ്ത് ഒരു കൊച്ചു കുഞ്ഞിനെ കെയർ ചെയ്യുന്നത് പോലെയാണ് ദിയയ്ക്ക് വേണ്ടി കൂടെ നിന്ന് പാട്ട് പാടിക്കൊടുത്ത് ഫുൾ സപ്പോർട്ടായിട്ട് നിന്ന് അശ്വിനെയാണ് ഏറ്റവും കൂടുതൽ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടത്. അതേപോലെ അവരുടെ ഫാമിലി. ഇത്രയും ഭാഗ്യമായ കുട്ടി വേറെ ഒരിടത്തും കാണില്ല. കാരണം ആരെക്കാളും ഫുൾ സപ്പോർട്ടീവായിട്ട് ആ കുഞ്ഞിനെ പുറത്ത് കൊണ്ടുവരാൻ സമയത്ത് പുഷ് എന്ന് പറഞ്ഞ് ഫുൾ ഫാമിലിയാണ് അവളുടെ കൂടെ നിന്നത്. ഞാൻ മുൻപ് ഇതേപോലെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, പേളി മാണി ചേച്ചിയുടെ. ആ സമയത്ത് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, എനിക്ക് ഡെലിവറി എന്താണ്, എൻ്റെ പെയിൻ എന്താണ് ഒന്നും അറിയില്ല. ആ സമയത്ത് ഞാനൊരു സാധാരണ ഒരു വീഡിയോ പോലെയാണ് എടുത്തത്. പക്ഷെ ഇന്ന് വ്യക്തമായിട്ടറിയാം എങ്ങനെയാണ് ഒരു ഡെലിവറി സമയത്തുണ്ടാകുന്ന പെയിൻ. ഈ കമൻ്റ് ഇടുന്നവർക്ക് ഒന്ന് ഓർക്കുക, നാളെ നിങ്ങൾക്കും ഈ ഒരു സാഹചര്യം നിങ്ങൾക്കോ നിങ്ങളെ അമ്മമാർക്കോ
നിങ്ങളെ ഭാര്യമാർക്കോ സഹോദരിമാർക്കോ ഇതേപോലെ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകാം. ആ സമയത്ത് അവർക്കുണ്ടാകുന്ന വേദന എന്തെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പം ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോയ്ക്കൊന്നും നെഗറ്റീവ് കമൻ്റ് ഇടരുത്. ഈ നിങ്ങൾക്ക് നെഗറ്റീവ് കമൻ്റ് ഇടുന്ന എന്തെല്ലാം വീഡിയോസ് ഉണ്ട്. ഈ ഓരോരുത്തർ കുഞ്ഞിനെ പ്രസവിച്ചിട്ട് കൊണ്ട് കാട്ടിലും തോട്ടിലും ഒക്കെ എറിയണ എന്തെല്ലാം വീഡിയോസ് ഉണ്ട്. അതിന് താഴെ ഇട്ടൂടെ. ഇത്രയും നല്ലൊരു രീതിയിൽ വീഡിയോ എടുത്തൊരു ഡെലിവറി വീഡിയോ എടുത്തിട്ട് അവർക്ക് നേരെ ഇത്രയും മോശമായ രീതിയിൽ കമൻ്റ് ഇടുന്നത് തീരെ ഒരു ശരിയായ കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. ഈ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന നെഗറ്റീവ് കമൻറ്റ്, എല്ലാ സ്ത്രീകളും ഇത് അനുഭവിക്കുന്നതല്ലേ, പ്രസവിക്കുന്ന എല്ലാ സ്ത്രീകളും ഈ വേദന അനുഭവിക്കുന്നുണ്ട്. ഇപ്പം C-സെക്ഷൻ ആണെങ്കിൽ അതൊരു വേറെ തരം വേദനയാണ്. അല്ലാതെ നോർമൽ ഡെലിവറി ആണെങ്കിൽ അത് ഏകദേശം നമ്മൾ ഗുളിക സ്റ്റാർട്ട് ചെയ്ത് പ്രസവിക്കുന്നത് വരെയുള്ള സമയത്ത് മാത്രമേ നമുക്ക് ആ വേദന കാണുള്ളൂ. പക്ഷെ ഓരോരുത്തരും അനുഭവിക്കുന്നത് അവരുടേതായ വേദനകളാണ്. ഇപ്പം ഞാൻ അനുഭവിക്കുന്ന വേദന ആയിരിക്കില്ല മറ്റൊരാൾ അനുഭവിക്കുന്നത്. ചിലവർക്ക് ഡെലിവറി പെട്ടെന്ന് കഴിയും, ചിലവർക്കത് ഒരു ദിവസം ഫുള്ള് നീണ്ടു നിൽക്കും. അപ്പം ഒരു കാര്യം മനസ്സിലാക്കുക, എല്ലാവർക്കും അവരുടേതായ വേദനകളും വിഷമങ്ങളും കാണും. എന്നിരുന്നാലും എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നെ പ്രസവിച്ച സമയത്ത് ഒരുപാട് സമയം ഒരു ദിവസം ഫുള്ള് അമ്മ ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്കറിയില്ലായിരുന്നു എന്താണ് വേദന എന്നൊന്നും. പക്ഷെ എൻ്റെ ഡെലിവറി ആയ ഞാനൊരു അമ്മയായ സമയത്താണ് എനിക്ക് മനസ്സിലായത് എന്താണ് ഡെലിവറി സമയത്തുണ്ടാവുന്ന പെയിന്. അത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തത്. ദയവ് ചെയ്ത് നിങ്ങൾ ആ വീഡിയോയ്ക്ക് ഇത്രയും മോശമായിട്ട്